ഓർമ്മയിലെ എൻ്റെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഓർക്കുന്നത് ഒരു നാടകത്തെക്കുറിച്ചാണ്. അന്ന് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും വിഭജിക്കപ്പെട്ടിട്ടില്ല, ഒന്നായിരുന്നൊരു കാലത്താണ്. അന്ന് നേരം വെളുക്കുന്ന സമയത്ത് ചാത്തോടത്തു നിന്ന് ബസ് തൃശ്ശൂരിലേക്ക് പോകുന്ന സമയത്ത് ഒരു നാടകം കളിച്ചു. പുരോഗമന കലാസമിതിയുടെ ചോമൻ്റെ തുടി എന്ന് പറയുന്ന നാടകം. അത് പെരിഞ്ചേരിക്കാരാണെന്ന് അത് അവതരിപ്പിച്ചത്. പെരിഞ്ചേരി പുരോഗമന കലാസമിതിയാണ്. ആ ഒരു നിറവാണ് എൻ്റെ ആദ്യത്തെ ഓണം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ആരാണ് ചോമൻ, എന്താണ് തുടി, ശിവറാം കാരന്ത് എന്താണ് ആ ഒരു നോവലിൻ്റെയും നാടകത്തിൻ്റെയും പ്രസക്തി എന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മളത് ആദ്യത്തെ കാഴ്ചാനുഭവം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നാണ്. പിന്നീട് അത് രൂപം പ്രാപിച്ച് അത് സിനിമയായി മാറിയതും ശിവറാം കാരന്തൻ്റെ ഉള്ളിലേക്ക് കയറി വന്നതും നോവൽ എന്ന നിലയ്ക്കും സിനിമ എന്നുള്ള നിലയ്ക്കും നാടകം എന്നുള്ള നിലയ്ക്കും എന്നെ വളരെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഗ്രാമം, അതിൻ്റെ നിറവ്, അതല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി നിലനിർത്തുന്നത് ഇത്തരം ഓർമ്മകളെ ഓരോ മനുഷ്യരിലേക്കും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. കലയുടെ ഏറ്റവും വലിയ പ്രസക്തി അതാണ്. ആദ്യമായി നമ്മൾ കാണുന്നേ ഉള്ളൂ, പിന്നെയാണ് നമ്മൾ അറിയാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നിരവധി കാഴ്ചകളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത് തന്നെ ഒരു വില്ലടിച്ചമ്പാട്ടിന് കഥ പറഞ്ഞുകൊണ്ടാണ്. അണിയറയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ എൻ്റെ ഗ്രാമത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ബ്രദേഴ്സ് കലാസമിതി എന്ന് പറയുന്ന റാഫേൽ പുത്തമ്പുര നേതൃത്വം നൽകുന്ന, ഒറ്റ നിലയ്ക്ക് പറയുകയാണെങ്കിൽ അയാൾ തന്നെയാണ് എല്ലാം ഓളിനോൾ എന്ന് പറയുന്നത്. റാഫേൽ പുത്തൻപുര എന്ന് പറയുന്നത് ആ മനുഷ്യനാണ്. ആ വീട് തന്നെയാണ് ഒരു വലിയ മഹാപ്രസ്ഥാനം എന്ന് പറയുന്നത്. അത്തരം ഒരു മനുഷ്യൻ്റെ സ്വാധീനത്തിൽ നിന്നും അങ്ങയുടെ സാമീപ്യത്തിൽ നിന്നുമാണ് ഞാൻ ഓണത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ ഓണാഘോഷത്തിൽ നാടകത്തിൽ അഭിനയിക്കുന്നതും ബ്രദേഴ്സിന് വേണ്ടിയിട്ടാണ്. ശശീന്ദ്രൻ നടുവിൽ രചന നിർവഹിച്ച് റാഫേൽ പുത്തമ്പുര സംവിധാനം ചെയ്ത യുദ്ധം എന്ന് പറയുന്ന ഒരു നാടകത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അന്നാണ് എനിക്ക് ഏറ്റവും മികച്ച നടനുള്ള ഒരു സമ്മാനം ആദ്യമായി കിട്ടുന്നത്. അതിനൊരു വലിയ വിലയുണ്ടായിരുന്നതാണ്. പിന്നീട് ഞാൻ അതൊരു നടൻ എന്നുള്ള രീതിയിൽ ഒരുപാട് തവണ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടുള്ള ഈ ഓണാഘോഷത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്മാനിതമായ ഒരു മുഹൂർത്തത്തെ ഓർത്തെടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നാടകക്കാലം അല്ലെങ്കിൽ വല്ലച്ചിറയുടെ ഓണക്കാലം എന്ന് പറയുന്നത് മനുഷ്യനെ മറ്റൊരു തരത്തിലുള്ള ഈ സ്പോർട്സിൻ്റെയൊക്കെ ഒരു കാര്യം പറഞ്ഞ പോലെയാണ്. ഇന്നലെ വരെ ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് നടക്കുകയും ചെയ്ത പല സുഹൃത്തുക്കളും കലയുടെ ഭാഗത്ത് അത്രയേറെ വാശിയിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്നത് കാണാം. ഞാനേത് പാട്ടാണ് പാടുന്നത്, ഞാനേത് നാടകമാണ് കളിക്കുന്നത് എന്നൊക്കെ വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇന്നും സൂക്ഷിക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ് എൻ്റേത് എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാമെന്ന് മാത്രം. പിന്നെ വർത്തമാനകാലത്ത് ഏറ്റവും വലിയ അലോസരത എന്ന് പറയുന്നത് എന്താണെങ്കിൽ, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾക്ക് മുമ്പേ വരുന്ന അല്ലെങ്കിൽ നമ്മളെ വിലയിരുത്താൻ വരുന്ന ആളുകളെ നമ്മൾ ഒട്ടും വിലമതിക്കാതെ പോകുന്നു എന്നുള്ളതുണ്ട്. കാരണം കലയുടെ ഏറ്റവും അവസാനത്തെ വാക്യം ഞാനാണ് എന്ന് പറയുന്നൊരു തോന്നൽ മനുഷ്യർക്ക് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. നമ്മൾ പ്രകാശനത്തിനുള്ള ഒരാൾ മാത്രമാണ്, ഒരു ടൂള് മാത്രമാണ്. ബാക്കിയൊക്കെ വിലയിരുത്തുന്നതിന് മറ്റു തരത്തിലാണ്. ഒരുപക്ഷെ ജനങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ പോലെ ആയിരിക്കണമെന്നില്ല അതിനെ ശാസ്ത്രീയമായി അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്ത മറ്റൊരു ആൾ വിലയിരുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ അടിസ്ഥാനത്തിലുള്ള ഒരു മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ പലപ്പോഴും നമ്മൾ ലംഘിച്ചു പോകാറുണ്ട്. എന്നാൽ പോലും ഇത്രത്തോളം വൈവിധ്യമാർന്ന ലോകത്ത് ഒരിടത്തും ഒരു ഏകദേശം 2-2.5 മാസം നീണ്ടു നിലനിൽക്കുന്ന കലയിലും സാഹിത്യത്തിലും ചിത്രകലയിലും ഒക്കെയുള്ള വൈവിധ്യമാർന്ന ഒരു പരിപാടിയും വേറൊരു സ്ഥലത്തിലും ഇല്ല എന്നുള്ളതാണ്. അതെൻ്റെ ഗ്രാമത്തിൻ്റെ മാത്രം കരുതലാണ്. ഞാൻ ഈ ഗ്രാമത്തിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് കലയുടെ കൂടുതൽ വെളിച്ചത്തെ തേടാൻ ഒരു അവസരം ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അത്രയും മനോഹരമാവുന്ന ഒരു ഓണം തന്നെയാണ് നമ്മുടേതെന്ന് പറയുന്നത്. അത്ര വൈവിധ്യങ്ങളാണ്. ഇവിടെയൊക്കെ പണ്ട് നമ്മൾ നാടകം കളിച്ചു കഴിഞ്ഞാൽ, വല്ലച്ചിറയിലെ നാടകത്തിൽ അവതരിപ്പിച്ച കേരളത്തിലെ ഏതൊരു സ്ഥലത്തേക്കും പോയി നാടകം അവതരിപ്പിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള മികവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ നമ്മൾക്ക് ട്രഡീഷനായിട്ട് തോന്നുന്ന പല കലകളുണ്ട്. ഉദാഹരണത്തിന് നന്തുള്ളിപ്പാട്ട്, പുള്ളുവമ്പാട്ട്,
മാപ്പിളപ്പാട്ട്, അതുപോലെ തന്നെ കോൽക്കളി, ഇതൊക്കെ പല സ്ഥലങ്ങളിലും എങ്ങനെയാണെന്ന് വെച്ചാൽ അതാത് ബന്ധപ്പെട്ട കാസ്റ്റാണ്, ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ പൊളിച്ചു കളയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഒരുപക്ഷെ നന്ദുണിപ്പാട്ട് എന്നൊരാൾ അത് പാടാവുന്ന പാടിപ്പടിച്ച ആ ഒരു പഴയ കാസ്റ്റിൻ്റെ ആളുകളാവണമെന്നല്ല, അതിലത്തെ കലയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റി പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് കലയിലായാലും അത് നമ്മൾക്ക് നിലനിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വല്ലച്ചിയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് മാനവികത എന്ന് പറയുന്ന, മനുഷ്യർ സംഗീതം കൊണ്ട് അറിയുന്ന ഒന്നു ചേരുന്നു എന്ന് പറയുന്ന ഒരു വലിയ അർത്ഥത്തിലേക്ക് വളരുന്നു എന്നുള്ളതാണ് വല്ലച്ചിറ ഓണാഘോഷത്തിൻ്റെ പ്രസക്തിയും നിലനിൽപ്പും എന്നാണ്.